ആ യുദ്ധത്തിൽ ഒരു പ്രസിദ്ധമായ ഒരു എയർ ഡ്രോപ്പ് ഉണ്ടായിരുന്നല്ലോ സാർ, അതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകിച്ച് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഫുൾ മൂവ്മെൻറ്റ് നടക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ നദികളും കനാലുകളും മൊത്തം ഒരു നദികൾ കൂടുതലുള്ളൊരു സ്ഥലമാണ് ബംഗ്ലാദേശ്. അവിടെ ഒരു ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് കൂടെ നടത്തേണ്ടി വരും. അപ്പോൾ അതൊരു പ്രസിദ്ധമായ ഓപ്പറേഷനായിരുന്നു. വൈജയത്ത് ചരിത്രത്തിൽ ഈ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം വളരെ ദുർലഭമായിട്ട് മാത്രമേ നമ്മളതിനെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളൂ. 1971 ഓപ്പറേഷൻ ഒരു ലൈറ്റ്നിങ് ക്യാമ്പയിനായിട്ട് കണ്ടക്ട് ചെയ്യാൻ തന്നെയായിരുന്നു നമ്മുടെ പ്ലാൻ. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ആൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യുദ്ധം തുടങ്ങിയപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ ആ നേരത്താണ് അതിനെപ്പറ്റി വന്നത്. സോ നോർമൽ മെത്തേഡിൽ നമ്മളിത് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുന്ന നമ്മുടെ മിലിറ്ററി പ്ലാനേഴ്സിന് അറിയായിരുന്നു. ഡാക്കയിലെത്താനായിട്ടുള്ള ഷോർട്ടസ്റ്റ് റൂട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെൻട്രൽ സെക്ടർ എന്ന് പറയുന്ന ആ സെക്ടർ. അവിടെ നമ്മുടെ അടുത്ത് ലിമിറ്റഡ് ഫോഴ്സസാണ് നമ്മുടെ അവിടെ എംപ്ലോയ് ചെയ്തത്. 95 ഇൻഫൻട്രി ബ്രിഗേഡും ഈ FJ സെക്ടറും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പസിറ്റ് ഫോഴ്സ്. ആ ഫോഴ്സിൻ്റെ ഫസ്റ്റ് ടാസ്ക് ജമാൽപൂർ ആ ആക്സസ് കൂടെ അഡ്വാൻസ് ചെയ്യാനുള്ളതാണ്. അതേ സമയത്ത് ഇവർ അഡ്വാൻസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ സിലട്ടിലും മൈമൻ സിംഗിലും പാകിസ്ഥാൻ്റെ നല്ല ഒരു ഫോഴ്സ് ഡിപ്ലോയ്ഡ് ഉണ്ടായിരുന്നു, മോർ ദൻ എ ബ്രിഗേഡ്. ഈ ഫോഴ്സസ് ബൈ ചാൻസ് അവിടെ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ഡാക്കയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഡാക്ക എന്ന് പറയുന്ന ആ ഗാരിസനെ, അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഡാക്കയെ പിടിച്ചെടുക്കുക, അതിനെ അവിടെ ലിബറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ സ്വപ്നം തന്നെ നമുക്ക് വിട്ടുകളയേണ്ട ഒരു അവസ്ഥയാണ്. അതിനെ മാനിച്ചുകൊണ്ട് ആ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ തങ്കേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എയർ ഡ്രോപ്പ് ചെയ്ത് കളയാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മളെത്തുന്നത്. അതിനായിട്ട് സെലക്ട് ചെയ്തത് 2 പേര എന്ന് പറയുന്ന ആ ബറ്റാലിയനാണ്. 2 പേരാസ്. 2 പേരാസിനെ എംപ്ലോയ് ചെയ്യാൻ കാരണം അവർക്ക് വളരെ സ്വിഫ്റ്റായിട്ട് അവരുടെ സ്പെഷ്യൽ ഫോഴ്സസ് ആണല്ലോ, അവരുടെ ഓപ്പറേഷനെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. ഈ 2 പേര എന്ന് പറയുന്ന ഈ ബറ്റാലിയൻ ആദ്യം 3 മറാഠ ലൈറ്റ് ഇൻഫൻട്രി ആയിരുന്നു. ഓക്കെ, എന്തായാലും 2 പേരെ തങ്കേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. എയിം മൈമൻ സിംഗിലെയും സിലട്ടിലെയും റിമൈനിങ് ട്രൂപ്സ് വിഡ്രോ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുക, ഡാക്കയെ റീഇൻഫോഴ്സ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുക, ജമാൽപൂർ വിഡ്രോ ചെയ്യുന്ന ഫോഴ്സസിനെയും സ്റ്റോപ്പ് ചെയ്യുക. അതുകൂടാതെ ജമാൽപൂർ ആക്സസിൽ കൂടെ വരുന്ന ട്രൂപ്സിനെ ഏറ്റവും വേഗം ഡാക്കയിലെത്തിക്കുക എന്നുള്ളതാണ്. സോ ഈ പേരെ നമ്മൾ എംപ്ലോയ് ചെയ്താൽ അവരെ ഗ്രൗണ്ട് ഹോൾഡിങ്ങിൽ നമ്മളൊരിക്കലും അവരെ അങ്ങനെ എംപ്ലോയ് ചെയ്യില്ല. അവർക്ക് ഒരുപാട് മിഷൻസ് ഉണ്ടാകും. ഒരു മിഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് മറ്റൊരു മിഷൻ കൊടുക്കും. എന്തായാലും 2 പേര ഇതിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഇവരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് റിസോഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിലെ അൺഅവൈലബിളായിരുന്ന കംപ്ലീറ്റ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളെ ഈ പർപ്പസിനായിട്ട് എംപ്ലോയ് ചെയ്യാനുണ്ടായത്. ടു ബി വെരി പ്രിസൈസ് 50 എയർക്രാഫ്റ്റ്. അതിൽ 22 ഡക്കോട്ട എയർക്രാഫ്റ്റ്സ് ആയിരുന്നു. പിന്നെ 12 AN-12, കാരിബ്യൂസ്, പാക്കറ്റ്സ്, ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റാണ്. ഇതെല്ലാം
ഈ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് എംപ്ലോയ് ചെയ്തു. 2 സ്ഥലത്തു നിന്നാണ് ഈ എയർ ഡ്രോപ്പിങ്ങിനായിട്ടുള്ള പ്ലാൻ ചെയ്തത് നമ്മൾ. ഒന്ന് അന്ന് ഡംഡം എന്നറിയപ്പെട്ടിരുന്ന, ഇന്ന് സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊൽക്കട്ട, ഒന്ന് അവിടുന്ന്, മറ്റത് കലായിക്കുണ്ട. ഇത് നമ്മൾ ഈ എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ എക്സാക്റ്റ് സ്പോട്ടിലല്ല എയർ ഡ്രോപ്പ് ചെയ്യുക. അതിനായിട്ട് ഒരു ഡ്രോപ്പിംഗ് സോൺ കണ്ടുപിടിക്കണം. ഡ്രോപ്പിംഗ് സോണിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ കംപ്ലീറ്റ് ഓപ്പറേഷൻ ഒരു ഡിസാസ്റ്ററായിട്ട് മാറും. സോ നമ്മുടെ ഫോഴ്സസിന് ആക്ച്വലി ബംഗ്ലാദേശിൽ എവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ അടുത്ത് മുക്തിബാഹിനി ഉണ്ടായിരുന്നു. സോ അവിടെ ഒരു സ്യൂട്ടബിൾ ഡ്രോപ്പിംഗ് സോൺ കണ്ടുപിടിക്കാനായിട്ട് 50 ഇൻഡിപെൻഡൻറ്റ് പാരാ ബ്രിഗേഡിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ PK ഘോഷ് എന്ന് പറയുന്ന ഒരു ഓഫീസർ, അദ്ദേഹം സിഗ്നൽസ് എന്നാണ്. അപ്പോൾ പാരയിലാവുമ്പോൾ എല്ലാവരും റെഡ് ബാരിയാണ് ഉപയോഗിക്കുക, സെയിം ബെൽറ്റാണ് ഉപയോഗിക്കുക, ആരും ഒരു വ്യത്യാസമില്ല, എല്ലാവരും ട്രെയിൻഡാണ്. PK ഘോഷിനെ ഇതിനായിട്ട് നിയോഗിച്ചു. PK ഘോഷ് BOP എന്നൊക്കെ നന്നായിട്ട് അസലായിട്ട് ബംഗ്ലാദേശിലുള്ള ബംഗാളികളുടെ അതേ ഭാഷ സംസാരിക്കാൻ ഘോഷിനറിയാം. അങ്ങനെ ഘോഷിനെ നമ്മൾ അവിടേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുകയാണ്. ഘോഷും ടൈഗർ സിദ്ദിഖി എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ മുക്തി ബാഹിനിയുടെ ഒരു ഫോഴ്സ് കമാൻഡറുമായ ഇവർ 2 പേരും കൂടി അവിടെ ഈ ഡ്രോപ്പിംഗ് സോണുകൾ ഐഡൻറ്റിഫൈ ചെയ്യായിരുന്നു. അങ്ങനെ അവർ ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥലമാണ് ഈ തങ്കയിൽ. തങ്കയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ദൂരത്ത് ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, പുംഗ്ലി ബ്രിഡ്ജ്. ഈ പുംഗ്ലി ബ്രിഡ്ജ് കൂടെ വേണം മൈമൻ സിംഗിലും സിലറ്റിലും ഉള്ള ഫോഴ്സസിന് വിഡ്രോ ചെയ്യാനായിട്ട്, പാകിസ്ഥാൻ ഫോഴ്സസിന്. സോ പുംഗ്ലി ബ്രിഡ്ജ് പിടിച്ചാൽ അവർക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഈ പുംഗ്ലി ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പുംഗ്ലി ഫെറി എന്ന് പറയുന്ന ഒരു ഫെറിയുണ്ട്. ഇത് രണ്ടും പിടിക്കുക, ക്യാപ്ചർ ചെയ്യുക, അവിടുന്ന് ഫോൾ ബോയ് ചെയ്യുന്ന ട്രൂപ്സിനെ ന്യൂട്രലൈസ് ചെയ്യുക, പിന്നീട് 1 മറാഠ LI ജമാൽപൂർ നിന്ന് വരുന്ന അവരുടെ കൂടെ ലിങ്കപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത ടാസ്കിന് തയ്യാറാവുക. ഇത്രയായിരുന്നു ഇവർക്ക് കിട്ടിയ ടാസ്ക്. ഈ ബറ്റാലിയൻ്റെ 2 പേരുടെ കമാൻഡിങ് ഓഫീസർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു, കേണൽ പന്നു, ലെഫ്റ്റനൻറ്റ് കേണൽ പന്നു. വീർചക്രയാണ്, മേജർ ജനറലായിരുന്നു, പിന്നീട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഡ്ജുട്ടൻ്റ് ആയിരുന്നു ക്യാപ്റ്റൻ നിർഭയ് ശർമ്മയായിരുന്നു അഡ്ജുട്ടൻ്റ്. 50 എയർക്രാഫ്റ്റ് യർമാക്കായി. ഇത് നടക്കുന്നതിന് മുമ്പ്, അപ്പോൾ ഇവരുടെ ഡ്രോപ്പിംഗ് നടക്കുന്നതിന് മുമ്പ് ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു വലിയൊരു പരിപാടി വെച്ചു. ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് അതിനു മുമ്പ് നടന്ന ഒരു ട്രെയിനിങ് പാരാഡ്രോപ്പ് ഉണ്ട്. അതിലൊരു കംപ്ലീറ്റ് 50 ഇൻഡിപെൻഡൻറ്റ് പാരാ ബ്രിഗേഡ് പങ്കെടുത്തിരുന്നു. അന്നെടുത്ത ഫോട്ടോഗ്രാഫ്സ് കൊണ്ടുപോയിട്ട് അത് പ്രസ്സുകൾക്കൊക്കെ റിലീസ് ചെയ്തു. ഈ ഡ്രോപ്പ് നടന്ന രാത്രി ഉണ്ടല്ലോ, ആ രാത്രി തന്നെ ഈ ഫോട്ടോഗ്രാഫ്സ് കൊണ്ട് റിലീസ് ചെയ്യാണ്. ആ ഫോട്ടോഗ്രാഫ് ലോകം മുഴുവത്തി. അങ്ങനെ ഒരു ബറ്റാലിയൻ ആണ് അവിടെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ലോകം മുഴുവൻ അറിഞ്ഞത് ഒരു കംപ്ലീറ്റ് പാരാ ബ്രിഗേഡാണ് ഡ്രോപ്പ് ചെയ്യുന്നുള്ളതാണ്. അതിൻ്റെ വലിയ ഒരു റിപ്പർക്കഷൻ ഉണ്ടായി. സൈക്കോളജിക്കലി ദാറ്റ് വാസ് എ മാസ്റ്റർ സ്ട്രോക്ക്. ഇവർ 2 ഡ്രോപ്പിംഗ് സോൺ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ പാര ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് പാത്ത് ഫൈൻഡേഴ്സ് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഈ പാത്ത് ഫൈൻഡേഴ്സ് പോയി സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തു, സ്ഥലത്തിനെ മാർക്ക് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ട്രൂപ്സിനെ അവിടെ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. സോ ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു തമാശയുള്ള കാര്യമല്ല. ഓരോരോ ഒരു എയർക്രാഫ്റ്റ്, ആ ഒരു എയർക്രാഫ്റ്റിൽ വരുന്ന സോൾജിയേഴ്സിനെ
ഒരു സ്റ്റിക്ക് എന്നാണ് പറയുക, STICK സ്റ്റിക്ക് എന്നാണ് പറയുക. ആ സ്റ്റിക്കിലുള്ള ഓരോ ജവാൻ്റെയും റോൾ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അതിനനുസരിച്ചിട്ട് വേണം ഈ ഫ്ലൈറ്റ് മാനിഫെസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. സാധാരണഗതിയിൽ ആദ്യം സോൾജേഴ്സിനെ ഡ്രോപ്പ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ ഹെവി ലോഡ്സ്, അതായത് RCL ജീപ്പ്, ഗൺസ്, അതിനു മുമ്പ് റേഷൻ സപ്ലൈ, ഇതെല്ലാം ഡ്രോപ്പ് ചെയ്യണമല്ലോ. ഈ ബറ്റാലിയനോടെ പോയിട്ട് ഇവർ എന്ത് ചെയ്യും? ഇവർ പേരയുടെ നിന്ന് ഡ്രോപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഫ്ലൈറ്റ് മാനിഫെസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട, ടൈം കൺസ്യൂമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അഡ്ജൂട്ടൻ്റായിരുന്നു പ്രൈമറിലി നിർഭയ് ശർമ്മ എന്ന് പറയുന്ന ക്യാപ്റ്റന്. അങ്ങനെ ഇവർ 10-ാം തീയതി വൈകുന്നേരമാണ് ഇവർ ഡ്രോപ്പിംഗ് തീരുമാനിച്ചത്. ഡ്രോപ്പിംഗ് നടന്നത് ഈ തങ്കയിലുള്ള ഏകദേശം 2.5 കിലോമീറ്റർ റേഡിയസുള്ള ഒരു സ്പോട്ടിലാണ് ഡ്രോപ്പിങ്ങിൽ കാര്യമായിട്ടുള്ള തകരാറൊന്നും ഉണ്ടായില്ല. പക്ഷെ അതിൽ ഒരു സ്റ്റിക്ക്, അത് ഈ ഡ്രോപ്പിംഗ് സോണിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരത്താണ് പോയിട്ട് ഡ്രോപ്പായത്. അവർക്കെന്തോ ഒരു ലൊക്കേഷൻ ശരിക്കും കിട്ടില്ല, 12 കിലോമീറ്റർ. അവർ പിന്നീട് ഫെച്ചപ്പായി, അവർ ഇവരുടെ കൂടെ വന്നു ചേർന്നു. ഒരു സ്റ്റിക്കിലുണ്ടായിരുന്ന ഒരു ജവാൻ അവന് ജമ്പ് ചെയ്യാൻ പറ്റില്ല. അവൻ്റെ പാരച്യൂട്ട് ഓപ്പൺ ആയില്ല. അപ്പോൾ ഈ പാരച്യൂട്ട് ഉണ്ടല്ലോ, ഈ പാരച്യൂട്ടിനെ ഒരു ത്രെഡിൻ്റെ കൂടെ, എയർക്രാഫ്റ്റിൻ്റെ കൂടെ അത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണക്ട് ചെയ്തിട്ട് ഇവർ ചാടുമ്പോൾ ഇത് സ്നാപ്പാവും. അപ്പോഴാണ് ഈ ഇത് ഓപ്പൺ ആവുന്നതും ഇവർക്ക് ഡ്രോപ്പ് ആകാനായിട്ട് പറ്റുന്നതും. പക്ഷേ ഈ ഒരു ജവാൻ്റെ പാരച്യൂട്ട് ഓപ്പൺ ആയില്ല. സോ ഇവൻ ഏകദേശം 30 അടി താഴെ കിടന്നിട്ട് കറങ്ങുകയാണ്. 30 അടിയോളം കിടന്നിട്ട് ഇവൻ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇവൻ എയർക്രാഫ്റ്റിൻ്റെ ടൈലുമ്പോൾ തട്ടും, പക്ഷേ പാരച്യൂട്ട് ഡ്രോപ്പായില്ല. അങ്ങനെ അപ്പോൾ അവരുടെ ടാസ്ക് അവർക്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ, മെയിൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ബാക്കിയുള്ളവരെല്ലാം ഡ്രോപ്പായി. ഈ എയർക്രാഫ്റ്റ് പിന്നെ അവിടെ നിന്ന് ഒരു 10-50 കിലോമീറ്റർ ദൂരത്ത് പോയിട്ട് നോക്കുമ്പോഴാണ് അവർക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഇവിടെ ഇവൻ ഇപ്പോഴും ഇതിൽ നിന്ന് ഡ്രോപ്പായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന മറ്റൊരു സോൾജിയർ, അവൻ വേറെ ഒരു പാരച്യൂട്ട് ഇവൻ്റെ ഈ പേരയുടെ ആ റോപ്പുണ്ടല്ലോ അതിൻ്റെ മീത് പിടിച്ച് കെട്ടിയപ്പോൾ ഇവൻ കറങ്ങുന്ന ആ സ്പീഡിൽ ഈ പാരച്യൂട്ട് ഓപ്പണായി. ഇവൻ താഴോട്ട് പോയിട്ട് വീഴുന്നത് ഏകദേശം 70 കിലോമീറ്റർ ദൂരത്താണ്. അതും ഒരു കുളത്തിൽ പോയിട്ട് അവൻ വീണു. അവിടുന്ന് ഒരു 3 മാസം കഴിഞ്ഞ ഒരു ദിവസം ഇവൻ ഈ പാരച്യൂട്ടും ഇവൻ്റെ അടുത്തുണ്ടായിരുന്ന 2-inch മോട്ടറും എടുത്തിട്ട് ഡൽഹിയിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാണ്, ഞാൻ തിരിച്ചു വന്നെന്ന് പറഞ്ഞു. സോ അവർ വിചാരിച്ച് ഇവൻ ഓൾറെഡി പോയി കഴിഞ്ഞു. ബട്ട് ഈ സർവൈവ്ഡ്. ഓക്കെ, ഇനി ബറ്റാലിയൻ ഇവിടെ ഡ്രോപ്പായി. അവിടുന്ന് അവർ 12 കിലോമീറ്റർ ദൂരത്താണെന്ന് ഞാൻ പറഞ്ഞു. അവിടുന്ന് അവർ പൂങ്ക്ലി ബ്രിഡ്ജിലേക്ക് ചെന്നു. പൂങ്ക്ലി ബ്രിഡ്ജ് ചെന്നപ്പോൾ അവിടെ ഒരു വീക്ക് പ്ലട്ടൂൺ എന്ന് നമ്മൾ പറയും. വീക്ക് പ്ലട്ടൂൺ എന്ന് വെച്ചാൽ ഒരു മുഴുവൻ പ്ലട്ടൂണില്ല. ഒരു പ്ലട്ടൂണിൽ സാധാരണ 36 ആൾക്കാരാണ് ഉണ്ടാവുക. പാകിസ്ഥാൻ്റെ 10-20 ആൾക്കാരോടെ ഉണ്ടായിരുന്നു. ആൻഡ് ദേ വർ നോട്ട് വെരി വെൽ ട്രെയിൻഡ്. അവരെ പേരക്കാരുടെ മുന്നിൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇമ്മീഡിയറ്റ്ലി അവരെ ന്യൂട്രലൈസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേനാണ് മറ്റോടത്തുനിന്ന്, അതായത് സില്ലറ്റിൽ നിന്നും ഈ മൈമൻ സിംഗ് എന്നുള്ള പട്ടാളക്കാർ വന്നത്. പട്ടാളക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അവർ ഡഗയിലേക്ക് പോവണം. അവർ വരുന്ന സമയത്ത് ഈ കംപ്ലീറ്റ് ഇവരുടെ ക്രോസിങ് ഫെസിലിറ്റി പേരുടെ കയ്യിലായിരുന്നു. ബ്രിഡ്ജ് ഇവരുടെ കയ്യിലാണ്, ഫെറി സൈറ്റും ഇവരുടെ കയ്യിലാണ്. സോ ആ പട്ടാളക്കാർ കുറേ പേര് ന്യൂട്രലൈസായി, ബാക്കിയുള്ളവർ അവിടെ വെച്ചിട്ട് തന്നെ സറണ്ടർ ചെയ്യാനുണ്ടായത്. അവിടെ ഇവർ ചെക്ക് ചെയ്തപ്പോൾ, ഈ 2 പേരക്കാർ ചെക്ക് ചെയ്തപ്പോൾ അവിടെയുള്ള കുറേ ട്രെഞ്ചും ബങ്കറൊക്കെ ഉണ്ട് ഇതിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ ലഫ്റ്റനൻറ്റ് ജനറലായി പിന്നീട് അദ്ദേഹം നിർഭയ് ശർമ്മയുടെ ഇൻ്റർവ്യൂ കേൾക്കുമായിരുന്നു.
അദ്ദേഹം പറയാണ് 4 ലേഡീസിനെ അപ്പോൾ അവരുടെ ഡെഡ് ബോഡി അവിടെ കിടക്കുന്നു, അപ്പം തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ അവിടുന്ന് രക്ഷപ്പെട്ട് പോയല്ലോ, കുറച്ച് പേര്. ഈ പൊങ്കിലി ബ്രിഡ്ജിൻ്റെ അവിടെ ഉണ്ടായിരുന്നു 4 ബങ്കറിനകത്ത് ബംഗാളി ലേഡീസ്. അവരെ അപ്പം തന്നെ കൊന്നിട്ടുള്ളൂ. അതിൽ 2 പേര് കിടന്ന് അപ്പം തന്നെ ഇങ്ങനെ കിടന്ന് പെടയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ സോൾജേഴ്സിന് ബംഗ്ലാദേശിനെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത്. എന്തായാലും 1st മറാഠ എല്ലാം ഇവരുടെ കൂടെ വന്ന് ലിങ്കപ്പ് ചെയ്തു. അവിടെ നിന്ന് പിന്നെ ഡാക്കയിലേക്ക് ഹൈവേ ആണ്, യാതൊരു പ്രശ്നവുമില്ല. ഡാക്കയിൽ ഏറ്റവും ആദ്യം എത്തിയത് 2 പാര ബറ്റാലിയനാണ്. ഈ 2 പാര ബറ്റാലിയൻ മീർപൂർ എന്ന് പറയുന്നത് ഡാക്കയിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരത്താണ്. മീർപൂർ വരെ ഇവർ മാർച്ച് ചെയ്തു. പിന്നെ ബൈ റോഡാണ്. സൈക്കിൾ കിട്ടിയെങ്കിൽ സൈക്കിൾ, ഇവരുടെ അടുത്ത് വേറെ ഒന്നും ഇല്ലല്ലോ. സൈക്കിളിലോ ബുള്ളറ്റ് കാർഡിലോ എങ്ങനെയായാലും ഇവർ ഡാക്കയുടെ ഔട്ട്സ്കേർട്സിലെത്തിയപ്പോൾ GOC ഉണ്ടല്ലോ, GOC ജനറൽ നാഗ്ര ആയിരുന്നു. നിർഭയ് ജനറൽ നാഗ്ര തന്നെയാണ്. അപ്പോൾ മേജർ ജനറൽ നാഗ്ര AK നിയാസിക്ക് ഒരു പേപ്പർ കൊടുത്തയക്കുകയാണ്. ആ പേപ്പറിൽ അയാൾ എഴുതി, ഡിയർ അബ്ദുള്ള, യുവർ ടൈം ഈസ് അപ്പ്. ഇഫ് യു ഗിവ് യുവർ സെൽഫ് അപ്പ് ടു മീ, I shall ensure your safety. Okay. So please give up. ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് കൊടുത്തയച്ചു. ഇനിയിപ്പോൾ അത് അവിടെ കൊടുത്തയക്കാനായിട്ട് ഏൽപ്പിച്ചത് ഈ ക്യാപ്റ്റൻ നിർഭയ് ശർമ്മയും അവരുടെ CO പറയില്ല കേണൽ പന്നു, ഇവർ 2 പേരാണ്. ഇവർ ഷേവ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ സമയത്ത് ഇവർ 16-ാം തീയതിയാണ് സംഭവം കേട്ടോ. 16-ാം തീയതി ഇവർ അവിടെ എത്തുമ്പോൾ അവിടെയുള്ള ഡാക്കയിൽ ആ സമയത്ത് വായിച്ചു ഏകദേശം 26,400 പട്ടാളക്കാരുണ്ടായിരുന്നു പറയുന്നത് ബുക്കിൽ. പാകിസ്ഥാൻ്റെ 26,400 പട്ടാളക്കാർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 4 കോറിലെ സോൾജേഴ്സ് ഉണ്ടായിരുന്നു, ഇവരുണ്ട്, പിന്നെ മുക്തിവാഹിനിയുണ്ട്, പാകിസ്ഥാൻ പട്ടാളക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളുടേത് വെറും ഏകദേശം ഒരു 3000 പട്ടാളക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പാകിസ്ഥാനികളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും വെപ്പനുണ്ട്. ദേ കുഡ് ഹാവ് ജസ്റ്റ് ഷോട്ട് ദിസ് പീപ്പിൾ ഡൗൺ. എന്തായാലും ഇവർ ഈ പേപ്പർ കേട്ട് അങ്ങനെ അവിടെ ചെന്നു. അവിടെ അതായത് AK നിയാസിയുടെ ഓഫീസിലേക്ക് ചെന്നു. അവിടെ CO ഇയാളും കൂടെ അവിടെ ചെന്നപ്പോൾ പുറത്ത് സ്മാർട്ടായിട്ടുള്ള ഒരു ജവാൻ അവിടെ ഓഫീസ് ഓർഡർലിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അയാളുടെ അടുത്ത് ചെന്നപ്പോൾ അയാൾ ഇത് കണ്ടപ്പോൾ ഇവരുടെ അടുത്ത് സ്റ്റാർ പ്ലേറ്റും പരിപാടിയൊന്നുമില്ല. സ്റ്റാർ പ്ലേറ്റും ഫ്ലാഗും ഉണ്ടാവുക ബ്രിഗേഡിയേഴ്സ് ആൻഡ് അബൗവിനാണ്. ഈ ലെഫ്റ്റനൻറ്റ് കേണലിനാണല്ലോ CO, അയാൾക്ക് സ്റ്റാർ പ്ലേറ്റും പരിപാടിയൊന്നുമില്ല. നല്ല സ്മാർട്ടായിട്ടുള്ളൊരു ജവാനായിരുന്നു ഇത്രേ. അയാൾ ഉടനെ ഇവരെ കണ്ടപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു, ഈ ഗാഡി ആ മത് പാർക്കരുന്നു. അതായത് വെഹിക്കിൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരുന്നത്. കാരണം ആ സ്പോട്ടിൽ ഫ്ലാഗ് സ്റ്റാഫുള്ള കാറിന് മാത്രമേ, അതായത് ബ്രിഗേഡിയേഴ്സിൻ്റെ ഭാഗത്തിന് മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഭാഗത്തിന് വേറൊന്നും അറിയില്ല. ഇയാൾ പോയിട്ട് നിയാജിയോട് പറഞ്ഞു, ഈ സോൾജർ നിർഭയ് ശർമ്മയും ഈ ലെഫ്റ്റനൻറ്റ് കേണൽ പന്നും കൂടെ ചെല്ലുമ്പോൾ ഈ നിയാജി ഇങ്ങനെ കയ്യും വെച്ചിരിക്കുകയാണ് താഴെ. അങ്ങനെ ഇവരുടെ മുഖത്ത് നോക്കിയപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ സറണ്ടർ അതിനായിട്ട് വന്നിട്ടുള്ളതാണ്. അയാൾ ഉടനെ തന്നെ പറഞ്ഞത് എന്താ അറിയോ, അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പിണ്ടി മേ ബൈഠാ ഹുവ ഹറാം ജാദവിനെ മർവാ ദിയാന്ന്. പിണ്ടി റാവൽപിണ്ടി. ഹറാം ജാദ് എന്ന് വെച്ചാൽ ഒരു അസഭ്യമായിട്ടുള്ളൊരു വേർഡാണ്. മർവാദി എന്ന് വെച്ചാൽ കൊല്ലിച്ചു. അത് പഞ്ചാബിയിൽ കേട്ടാലേ അതിൻ്റെ ശരിയായിട്ടുള്ളൊരു മീനിങ്. ഞാനൊരു റഫ് മലയാളം പരിഭാഷയാണ് പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹീ ഹാഡ് ലോസ്റ്റ് ദ വിൽ ടു ഫൈറ്റ്. പക്ഷേ ഈ ജവാൻ, ആ പുറത്ത് നിന്ന ജവാനുണ്ടല്ലോ, അവൻ അപ്പോഴും ഒരു സോൾജർലി ബിഹേവിയറാണ്. ഇയാൾ അൺസോൾജർലി ബിഹേവിയർ ആയിരുന്നു. ആക്ച്വലി വായിച്ചത് ദേ ലോസ്റ്റ് ദ
വിൽ ടു ഫൈറ്റ്. യുദ്ധം ചെയ്യാനുള്ള അവരുടെ ആ ഒരു വില്ലുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ട കാരണമാണ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, 26,400 പട്ടാളക്കാർ, അവർക്ക് 1 മാസമോ 2 മാസമോ പിടിച്ച് നിൽക്കായിരുന്നു. ഇനി ഈ ക്യാപ്റ്റനെയും ഈ ലെഫ്റ്റനൻറ്റ് കേണലിനെയും അവർക്ക് ഷൂട്ട് ചെയ്യായിരുന്നു, അവരെ പ്രിസണേഴ്സായിട്ട് എടുക്കായിരുന്നു, എല്ലാം ചെയ്യായിരുന്നു. ബട്ട് ദേ ലോസ്റ്റ് ദ വിൽ ടു ഫൈറ്റ്. അതിന് ശേഷമാണ്, അപ്പോഴല്ല ഇയാൾ സറണ്ടർ ചെയ്തത്. പിന്നീട് ഇവിടെ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് പിന്നെ മേജർ ജനറൽ ജെഫാർ ജേക്കബ്, അന്നത്തെ ചീഫ് ഓഫ് സ്റ്റാഫ് ഈസ്റ്റേൺ കമാൻഡ്, ആയിട്ട് പിന്നീട് ഫോർമൽ സറണ്ടർ സെറിമണി. ഇതായിരുന്നു തങ്കേൽ എയർ ഡ്രോപ്പ്. ഇവർ ആർമി വേഷത്തിൽ തന്നെയാണോ പോയത്? ആരെ? ഈ രണ്ടുപേര്? ഇവർ രണ്ടുപേരും ആർമി വേഷത്തിൽ തന്നെയാണ്. പക്ഷേ ആകെ കൂടെ യൂസ്ലെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കൂടെ ഷേബിയായിട്ടുള്ള, ഷെയ്വും ചെയ്തിട്ടില്ല, ഭക്ഷണവും കഴിച്ചില്ല, ക്ഷീണിച്ച് പിടിച്ചിട്ടുള്ള ഒരിതിലാണ്. ഈ ക്യാപ്റ്റനെയും ലെഫ്റ്റനൻറ്റ് കേണലിനെയും അവിടേക്ക് എസ്കോർട്ട് ചെയ്യാനായിട്ട് ഇയാളൊരു ബ്രിഗേഡിയർ പറഞ്ഞു വെച്ചിരുന്നു, AK നേജി. അയാളാണ് ഇവരെ എസ്കോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ എസ്കോർട്ട് ചെയ്തതിന് ശേഷം ആ ബ്രിഗേഡിയർ ഇങ്ങോട്ട് വന്നില്ല. ഈ ലെഫ്റ്റനൻറ്റ് കേണലും ക്യാപ്റ്റനുമാണ് നേരിട്ടിട്ട് നിയാസിയുടെ ഓഫീസിലേക്ക് പോയത്. അതായത് നിയാസിയെ ഇവർ രണ്ടുപേരും കാണുമ്പോൾ ബ്രിഗേഡിയർ കൂടെ ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല, അയാൾ ഒറ്റയ്ക്കായിരുന്നു. ഇതായിരുന്നു 2 പാര ഓപ്പറേഷൻ, തങ്കേൽ ഓപ്പറേഷൻ.